ഹലോ, വെൽക്കം ബാക്ക്. പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പൊട്ടാറ്റോ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണില്ല. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അധികം എരിവൊന്നുമില്ലാത്ത ഒരു വിഭവം കൂടെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ 2 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ പൊട്ടാറ്റോ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ചെറിയ പൊട്ടാറ്റോ എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനെ ഒന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ആ ഒരു പൊട്ടാറ്റോയിൽ ഉണ്ടാകുന്ന ആ ഒരു വൈറ്റ് കളറൊക്കെ പോകുന്നത് വരെ നല്ലപോലെ തന്നെ വാഷ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അത് നല്ലപോലെ ഉണക്കിയെടുക്കുന്ന പോലെ അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ചെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട്. എക്സസ് ആയിട്ടുള്ള കോൺഫ്ലവറൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പാന് നല്ലപോലെ ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൊട്ടാറ്റോ ഇട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞ 8-10 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു സവാളയാണ്. അത് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് സ്പൂണിലൊന്നല്ല മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരൽപ്പം സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരൽപ്പം വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരിക്കാനും അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ട്രൈ ചെയ്ത് നോക്കുക.